എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐഗൺ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രോബ്ലത്തിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഐഗൺ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫൈൻഡ് ദി സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് ഓഫ് എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസിനെ പറ്റി ചിന്തിച്ചു. ഐഗൺ വാല്യൂസ് ഇപ്പം λ1, λ2, λ3 ഇത് മൂന്നും കാര്യം ഇതൊരു 3/3 മെട്രിക്സ് ആയതുകൊണ്ട് ഐഗൺ വാല്യൂസ് 3 വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് λ1, λ2, λ3 തന്നിരിക്കുന്ന ഐഗൺ വാല്യൂസ് λ1, λ2, λ3 ആണെങ്കിൽ അതിൻ്റെ സം എങ്ങനെ കണ്ടെത്തും? സം ഓഫ് ദി ഐഗൺ വാല്യൂസ് is equal to trace of A. trace of A തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ട്രേസ് ആണ് എന്ന് വെച്ചാൽ എന്താണ്? ഡയഗണൽ എൻട്രീസിന്റെ സം. അതാണ് എന്ത്? സം ഓഫ് ദി ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ്. പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എ ആണ്. ഡിറ്റർമിനന്റ് എ കണ്ടെത്തിയാൽ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അടുത്തതായിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടിയോട് പറയാം, നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരും. ഇപ്പം എയുടെ ഐഗൺ വാല്യൂസ് ആണല്ലോ ഇത്, അല്ലെ? എ എന്ന് പറയുന്നൊരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ A² എന്ന മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്തായിരിക്കും അറിയാമോ? λ1², λ2², λ3² അങ്ങനെ പോകും. ഓക്കെ, ഇനി A³ ആണെങ്കിലോ λ1³, λ2³, λ3⁵. ഇനി അടുത്ത A. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? A⁴ ഐഗൺ വാല്യൂസ് എന്താണ്? λ1⁴n, λ2⁴n, λ3⁴n. ഇത് കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് വേറൊന്നുണ്ട്. അപ്പോൾ A ഇൻവേഴ്സ് പറയുമ്പോഴോ, A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എയുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് λ1, λ2, λ3 ആണെങ്കിൽ A ഇൻവേഴ്സിന്റെ ഐഗൺ വാല്യൂസ് എന്തായിരിക്കും? അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. λ1, λ2, 1/λ3 ഇതായിരിക്കും അതിന്റെ പ്രോപ്പർട്ടീസ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ്. അപ്പോൾ സം ഓഫ് ദി ഐഗൺ വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സം ഓഫ് ദി ഐഗൺ വാല്യൂസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ. എന്താണ് ട്രേസ് ഓഫ് എ? ഡയഗണൽ എൻട്രീസിന്റെ സം. ഇവിടെ ഡയഗണൽ എൻട്രീസ് ഏതൊക്കെയാണ്? 2 + 2 + 1 that is equal to 5. അപ്പോൾ സം ഓഫ് ദി ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ട്രേസ് ഓഫ് എ ആണ്. ആ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് 2 + 2 + 1 that is 5. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ്. പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് ആണ് നമുക്ക് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് എ ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് എ എന്താണ്? 2, 1, 1, 1, 2, 1, 0, 0, 1 ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. ഡിറ്റർമിനന്റ് ആണ് 2 × 2 - 0 -1 × 0 + 1 × 0 -1 വരും. 0 - 1 1 × 0 that is equal to 4 - +1 1 - 0 ആണ്. 0 - 1 അല്ല, 1 - 0 that is 4 - 1 that is equal to 3. അപ്പോൾ സം ഓഫ് ദി ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 5 ആണ്. പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് 3 ആണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2ഉം 3യും ഐഗൺ വാല്യൂസ്, എയുടെ ഐഗൺ വാല്യൂസ് ആയിട്ട് 2ഉം 3യും തന്നിട്ടുണ്ട്.
തന്നിരിക്കുന്ന മെട്രിക്സ് എ എന്ന് പറയുന്നത് 3 10 5 -2 -3 -4 3 5 -7 അല്ല +7 ആണ് 7. ഫൈൻഡ് ദി ഐഗൻ വാല്യൂസ് ഓഫ് എ ഇൻവേഴ്സ് ആൻഡ് ഐഗൻ വാല്യൂസ് ഓഫ് എ ക്യൂബ്. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2 ഐഗൻ വാല്യൂസ് തന്നിട്ടുണ്ട്. λ1 തന്നിട്ടുണ്ട്, 2 എന്ന് തന്നിട്ടുണ്ട്. λ2 എന്ന് പറയുന്നത് 3 തന്നിട്ടുണ്ട്. λ3 എന്താണെന്ന് അറിയില്ല. അപ്പം നമുക്ക് ചെയ്തു നോക്കാം. സം ഓഫ് ദി ഐഗൻ വാല്യൂസ് എന്താണെന്ന് നമുക്കറിയാം. സം ഓഫ് ദി ഐഗൻ വാല്യൂസ് എന്താണ്? സം ഓഫ് ദി ഐഗൻ വാല്യൂസ് എന്താണ്? ട്രേസ് ഓഫ് എ. ട്രേസ് ഓഫ് എ എന്താണ്? 3 -3 + -3 + 7 that is equal to 7. Sum of the eigenvalues, that means λ1 + λ2 + λ3 equal to 7. ഇനി λ1 λ2 എന്ന് നമുക്കറിയാം, ഇത് രണ്ടെന്താണ്? 5 ആണ്. അപ്പം 5 + λ3 എന്ന് പറയുന്നത് 7 ആണ്. അങ്ങനെയാണെങ്കിൽ λ3 എന്താണ്? 2 ആണ് അല്ലേ? λ2 എന്താണ്? 2 ആണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ λ1 2 ആണ്, λ3 3 ആണ്, λ3 എന്താണ്? 2 ആണ്. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐഗൻ വാല്യൂസ് ഓഫ് എ ഇൻവേഴ്സ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ മതി. 1/2 1/3 1/2. ഓക്കെ. ഇനി അടുത്ത ഐഗൻ വാല്യൂസ് ഓഫ് എ ക്യൂബ് എന്താണ്? എ ക്യൂബ് എന്താണ്? ഇതിൻ്റെ ഹോൾ ക്യൂബ് എടുത്താൽ മതി. എന്താ? 2 ക്യൂബ്, 3 ക്യൂബ്, 2 ക്യൂബ്. വേണമെങ്കിൽ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് 8 27 8. അങ്ങനെ 3 ഐഗൻ വാല്യൂസ് നമുക്ക് കിട്ടും. അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. 1 2 -3 0 3 2 0 0 -2. അങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഐഗൻ വാല്യൂസ് ഓഫ് 3a³ + 5a² - 6a + 2i. ഇതിൻ്റെ ഐഗൻ വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ അറിയാം? ഈ തന്നിരിക്കുന്ന മെട്രിക്സ് ഒന്ന് ശ്രദ്ധിച്ചേ. തന്നിരിക്കുന്ന മെട്രിക്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ മെട്രിക്സ് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പർ ട്രയാങ്കുലർ ആയിക്കോട്ടെ ലോവർ ട്രയാങ്കുലർ ആയിക്കോട്ടെ, അതിൻ്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് ആണ്. അതിൻ്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്ന ഐഗൻ വാല്യൂസ് ഓഫ് എ ആർ എന്തൊക്കെയാണ്? 1 ആണ്, 2 1 ആണ്, 3 ആണ്, -2 ആണ്. എന്ന് വെച്ചാൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയാലും ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയാലും അതിൻ്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 1 3 -2 ആണ്. ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. ഇനി ഐഗൻ വാല്യൂസ് ഓഫ് a² എന്താണ്? a² എന്ത് ചെയ്താൽ സ്ക്വയർ ചെയ്താൽ മതി. 1 9 4. ഇനി അടുത്ത് ഐഗൻ വാല്യൂസ് ഓഫ് a³ എന്താണ്? 1 27 -8. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് നമുക്കറിയാവുന്ന കാര്യം. ഇനി ഐഗൻ വാല്യൂസ് ഓഫ് ഐ കൂടെ ചെക്ക് ചെയ്യാം. ഐഗൻ വാല്യൂസ് ഓഫ് ഐ എന്താണ്? 1 1 1. കാര്യം അതിനെന്താണ്? ഡയഗണൽ എൻട്രീസ് മാത്രമേ ഉള്ളൂ അല്ലേ? അതിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 1 1 1 തന്നെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ഐഗൻ വാല്യൂ എന്താണ്? ഫസ്റ്റ് ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഐഗൻ വാല്യൂ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. തന്നിരിക്കുന്ന ഓരോ ഐഗൻ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഓക്കെ,
താഴോട്ട് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പം നോക്കട്ടെ, എ ക്യൂബിൻ്റെ ഐഗൺ വാല്യൂ എന്താണ്? ഫസ്റ്റ് 1. അപ്പം 3 × 1 ഓക്കെ, പ്ലസ് 5 × എ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ എന്താണ്? 1 ആണ്. മൈനസ് 6 × 1 പ്ലസ് 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 8 8 - 6 2 2 + 2 4. അപ്പം ഒന്നാമത്തെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. എത്ര ഐഗൺ വാല്യൂസ് കാണും? 3 എണ്ണം എന്തായാലും കാണും. ഓക്കെ, അടുത്ത നോക്കാം. സെക്കൻഡ് 3 × ക്യൂബിൻ്റെ എന്താണ്? 27. 3 × 27 പ്ലസ് 5 × എ സ്ക്വയറിൻ്റെ എന്താണ്? 9. 5 × 9 മൈനസ് 6 × എയുടെ എന്താണ്? 3 പ്ലസ് 2 × 1 എന്ത് കിട്ടും നോക്കാം. 3 × 81. 81 പ്ലസ് 45. 81 പ്ലസ് 45 എന്താണ്? 126. 126 മൈനസ് 18 that is 108 plus 2 is 110. 110. ഇനി അടുത്തത് തേർഡ് ഐഗൺ വാല്യൂ എന്താണെന്ന് നോക്കാം. തേർഡ് 3 ആകെപ്പാടെ ഉള്ളൂ. തേർഡ് ഐഗൺ വാല്യൂ എന്താണ്? 3 × എ ക്യൂബ് എന്താണ്? -8 പ്ലസ് 5 × എ സ്ക്വയറിൻ്റെ എന്താണ്? 9. എ സ്ക്വയറിൻ്റെ 9 അല്ലല്ലോ, എ സ്ക്വയറിൻ്റെ 4 ആണ്. 4 ആണ്. മൈനസ് 6 × എയുടെ എന്താണ്? -2 പ്ലസ് 2 × ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് -24 പ്ലസ് 20 പ്ലസ് 12 പ്ലസ് 2 ദാറ്റ് ഈസ് 14 34 10. ആൻസർ ഇസ് ഈക്വൽ ടു 10. ഗുണിച്ചാൽ മതി, സിമ്പിളാണ്. അപ്പം ഐഗൺ വാല്യൂസ് എന്തൊക്കെയാണ്? 4, 110 and 10. ഇതാണ് ഐഗൺ വാല്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യനോടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഒരു സെക്കൻഡ്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഐഗൺ വാല്യൂസ് 2 എണ്ണം ഈക്വൽ ആണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് ആൻഡ് ദേ ആർ ഡബിൾ ദി തേർഡ്, മൂന്നാമത്തെ ഐഗൺ വാല്യൂവിൻ്റെ ഡബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. ഐഗൺ വാല്യൂസ് ഓഫ് എ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് നമുക്കൊരു എഴുതാം. തേർഡ് ഐഗൺ വാല്യൂ ഈക്വൽ ടു ലാംഡ എന്ന് എടുക്കാം. തേർഡ് ഐഗൺ വാല്യൂ ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റും സെക്കൻഡും എന്തായിരിക്കും? 2 ലാംഡ ആയിരിക്കും. കാര്യം എന്താണ്? തേർഡിൻ്റെ ഡബിളാണ് ഫസ്റ്റും സെക്കൻഡും, 2 ഈക്വലും ആണ്. അത് നമുക്കറിയാവുന്ന കാര്യം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസിൻ്റെ സം എന്താണ്? സം ഓഫ് ദി ഐഗൺ വാല്യൂസ്. സം ഓഫ് ദി ഐഗൺ വാല്യൂ എന്താണ്? 4 + 3 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസിൻ്റെ സം അറിയാം, 5. എന്താണ് 5 എന്നെടുത്തത്? ഡയഗണൽ എൻട്രീസിൻ്റെ സം ആയതുകൊണ്ട്. അപ്പം നമുക്ക് എഴുതാം. നമുക്കിവിടെ പറയാം. ഫസ്റ്റ് എന്താണ്? 2 ലാംഡ പ്ലസ് 2 ലാംഡ പ്ലസ് ലാംഡ ഈക്വൽ ടു 5. ഒന്നാമത്തെ ഐഗൺ വാല്യൂ, രണ്ടാമത്തെ ഐഗൺ വാല്യൂ, മൂന്നാമത്തെ 2 കൂട്ടി എന്ത് വരും? 5 ലാംഡ ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ ലാംഡ എന്താണ്? 5 1 ആണ് അല്ലേ? ലാംഡ എന്താണ്? 1 ആണ്. ഇപ്പോൾ ലാംഡ 1 ആണെങ്കിൽ എയുടെ ഐഗൺ വാല്യൂസ് എന്താണ്? 1
2 2 വരും. കാര്യം തേർഡ് ഐഗൺ വാല്യൂ 1 വരും, ഫസ്റ്റ് സെക്കൻഡ് 2 2 എന്ന് വരും. അപ്പോൾ എ സ്ക്വയർ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എ സ്ക്വയറിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ സ്ക്വയറിൻ്റെ എന്താണ്? 1 4 4. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ് ഇതൊക്കെ, വളരെ സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു.